ഉദിതനായ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രശസ്തനും പ്രഗത്ഭനും ഗാനരചയിതാവും നാടകകൃത്തുമായ ബഹുമാനപ്പെട്ട ജോസഫ് പാറാങ്കൊഴി അച്ഛൻ തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ച് മനോഹരമായ പല പാട്ടുകൾ എഴുതിയതിൽ ഒരു പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: മനുഷ്യജീവിതം ഒരു തീർത്ഥാടനം. മനുഷ്യജീവിതം ഒരു തീർത്ഥാടനം, മരക്കുരിശോ മാർഗദീപം, മരണത്തിനപ്പുറം നമ്മെ നയിക്കുന്ന മാസ്മര സ്നേഹത്തിൻ മന്ദഹാസം. എത്രയോ മനോഹരമായിട്ടുള്ള വരികളാണ്. പരിശുദ്ധ പാപ്പ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ എന്താ പറയുക? പ്രത്യാശയുടെ തീർത്ഥാടകരെന്നാണ് മനുഷ്യരെ അദ്ദേഹം വിളിച്ചത്. അപ്രകാരം ഈ പ്രത്യാശയോടെ ക്രിസ്തുവിങ്കിലേക്ക് മനുഷ്യൻ തീർത്ഥാടനം നടത്തുകയാണ്. ഈ തീർത്ഥാടനത്തിൽ നാം ചെന്നെത്തിച്ചേരുന്നത് ദൈവത്തിങ്കിലേക്കാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലും ഭാരങ്ങളിലുമൊക്കെ നമ്മുടെ പ്രത്യാശ ദൈവമാണ്. ആ ദൈവത്തിലേക്കുള്ള ഈ യാത്രയിൽ നാം ചെന്ന് എത്തുന്ന ഇടമാണ് രക്ഷയുടെ കുരിശിൻ്റെ സവിധ. അതുതന്നെയാണ് അച്ഛൻ വളരെ മനോഹരമായിട്ട് മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു തീർത്ഥാടനമാണ്. അത് രക്ഷകനായ ക്രിസ്തുവിലേക്കുള്ള കുരിശിലേക്കുള്ള തീർത്ഥാടനമെന്ന് അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുന്നത്. ജീവിതമെന്ന് പറയുന്ന ഒരു കഥ പോലെയാണ്. അതെത്ര നീളമുള്ളതാണെന്നതല്ല, എത്ര നല്ലതാണ് എന്നതാണ് പ്രധാനം. തിരുവചനത്തിൽ സങ്കീർത്തനം 103 15-16 വാക്യങ്ങൾ പറയുന്നുണ്ട്: മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലാണ്. അതിനാൽ പ്രത്യാശയോടുകൂടെ നമുക്ക് രക്ഷ നൽകിയ ക്രിസ്തുവിൻ്റെ കുരിശിനെ ലക്ഷ്യം വച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിത പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും തളരാതെ മുന്നേറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ നല്ലവനായ പാപ്പ നമുക്ക് വേണ്ടി, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മാറ്റങ്ങളുടെ പിതാവെന്നാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിളിച്ചത്. മാറ്റങ്ങളുടെ പിതാവായ, തീർച്ചയായിട്ടും ഈ സഭയെ സ്നേഹിച്ച് ലാളിച്ച് സഭയെ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ച ആ നല്ല ഇടയനെ നമുക്ക് സ്മരിച്ചുകൊണ്ട് ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏവർക്കും സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.